കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. UK-യിൽ നിങ്ങൾക്ക് IELTS-ഉം OET-യും ഈ 8-10 ലക്ഷം രൂപ ഒന്നും മുടക്കാതെ നിങ്ങൾക്ക് വരാനുള്ളൊരു സുവർണ അവസരത്തെ പറ്റിയാണ്. അപ്പം നിങ്ങളുടെ പ്രായം 18-നും 30 വയസ്സിന് ഇടയ്ക്ക് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് നമുക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ് ഈ ഒരു വിസ. പേര് തന്നെ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസ എന്നാണ്. കൂട്ടുകാരെ, അപ്പോൾ ഈ ഒരു വിസയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നും കയറി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് വേണ്ടി അവർ 2 ദിവസത്തേക്ക് വേണ്ടി ഒരു ബാലറ്റ് ഓപ്പൺ ചെയ്യും. ആ ഒരു സമയത്ത് മാത്രം നമ്മൾ ഇതിൽ കയറി അപ്ലൈ ചെയ്താലേ നമുക്ക് രക്ഷയുള്ളൂ. കഴിഞ്ഞ തവണ ഫെബ്രുവരി മാസത്തിൽ 2000 പേർക്കായിരുന്നു അവസരം നൽകിയത്. അപ്പം ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തത്. പക്ഷേ 2000 പേർക്കാണ് ഇങ്ങോട്ട് കയറി വരാൻ പറ്റിയത്. നമ്മൾ അതുപോലെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു 2000 പേരിൽ ഒരാൾ ചിലപ്പോൾ നമ്മളായിരിക്കാം. കഴിഞ്ഞ വർഷം 2024 ഫെബ്രുവരി മാസം ഇതുപോലെ 2000 പേർക്ക് അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട നമുക്കൊരു സുഹൃത്തിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളോട് നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. കൂട്ടുകാരെ, അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം കഴിഞ്ഞ തവണ വന്ന ആളെ പറ്റി ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് വല്ല കാര്യം ഉണ്ടെന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യം ഈ വർഷവും 2025 ഫെബ്രുവരി മാസത്തിൽ ഇങ്ങനൊരു ബാലറ്റ് ഓപ്പൺ ആകാൻ ചാൻസ് 99% കൂടുതലാണ്. അപ്പോൾ ഈ വർഷം അത് ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളത് വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഇതെല്ലാം മനസ്സിലാക്കുക. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പം ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോകുന്ന കാര്യം മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുമെങ്കിൽ മടി കൂടാതെ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. UK-യിലെ ജോബിനെ പറ്റിയും മറ്റുള്ള വിശേഷങ്ങളെല്ലാം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി മടി കൂടാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കൂട്ടുകാരെ, അപ്പോൾ ഞാൻ പറഞ്ഞ ആൾ എൻ്റെ പുറകെ നിൽക്കുന്നതാണ്. എൻ്റെ പേര് അനന്തു. ഞാൻ നാട്ടിൽ മോട്ടോയാണ് എൻ്റെ വീട്. ബ്രോ, ഇപ്പോൾ ഈ ഒരു വിസയെ പറ്റി അങ്ങനെ അധികം ആൾക്കാർക്ക് അറിയാത്തൊരു സംഭവമാണ്. ബ്രോ, ഇത് ഇവിടുന്ന് കണ്ടുപിടിച്ച് ആര് പറഞ്ഞു? ആരെങ്കിലും കൂട്ടുകാർ പറഞ്ഞു? എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അറിഞ്ഞത്. അവൻ VFS-ൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ വഴി ആണ് ഞാനിത് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. കൂട്ടുകാരൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം കൂട്ടുകാരനാണ് അപ്പം ഇത്ര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ബ്രോയിലേക്ക് എത്തിച്ചല്ലേ? അതെ. അപ്പം എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്തത്? ഇതിൻ്റെ ഒരു ഡേറ്റ് ഓപ്പൺ ചെയ്യും. ആ ഡേറ്റിൽ നമ്മൾ ഇവരുടെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ബാലറ്റിൽ സക്സസ്ഫുൾ ആണെങ്കിലും അൺസക്സസ്ഫുൾ ആണെങ്കിലും അവർ നമുക്കൊരു മെയിൽ അയക്കും. ആ മെയിലിനകത്ത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഉണ്ടാവും. ഈ സൈറ്റ് എന്ന് പറയുമ്പോൾ UK ഗവൺമെൻറ് സൈറ്റ് തന്നെ. അപ്പോൾ നമ്മൾ ആ ഒരു മെയിലിനകത്ത് ആ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ലിങ്കിൽ കയറി ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ബ്രോ? അപ്പം അതൊക്കെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വാലിഡ് പാസ്പോർട്ട് ഉണ്ടാവണം. പിന്നെ നമ്മളൊരു ഗ്രാജുവേറ്റ് ആയിരിക്കണം. അത് ഏതാണെങ്കിലും കുഴപ്പമുണ്ടോ? ഏതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഗ്രാജുവേഷൻ മാത്രം മതി. പിന്നെ നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18-നും 30-നും ഇടയിലാണ്. അപ്പോൾ നമ്മൾ ഇതിന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്തുമാത്രം സമയം എടുക്കും അവരുടെ റീപ്ലൈ കിട്ടാൻ വേണ്ടി? നമ്മൾ ഇത് അപ്ലൈ ചെയ്തൊരു ഒരാഴ്ച സമയത്തിലുള്ള നമുക്ക് മെയിൽ വന്നിരുന്നു. സക്സസ്ഫുൾ എന്നും പറഞ്ഞൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. മാക്സിമം 1 വീക്ക്. ബ്രോ പറഞ്ഞു നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും സംഭവം. നമ്മുടെ ബാലറ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ? വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രാജുവേഷൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽസ് എല്ലാം വേണം. പിന്നെ അതിനകത്ത് നമ്മൾ പഠിച്ച മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. MOI സർട്ടിഫിക്കറ്റ് അത് വേണം. പിന്നെ LOR എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് ഫണ്ട് കാണിക്കണം. എത്ര രൂപ? ഏകദേശം ഒരു 2,80,000 അടുത്ത് നമ്മൾ ഫണ്ട് കാണിക്കണം. നാട്ടിൽ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് തന്നെ ആയിരിക്കണം. പിന്നെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ആരെയും അല്ല, നമ്മുടെ പേരിൽ തന്നെ ഉള്ളത്. അപ്ലൈ ചെയ്യാനായിട്ട് ഒരു 32,000 ഒരു എമൗണ്ട് ആവുന്നുണ്ട് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വിസയ്ക്കാണ് 32. വിസ ആപ്ലിക്കേഷനായിട്ട് 32,000 ആവുന്നുണ്ട്. പിന്നെ IHS ഫീ ഒരു 1,79,000 1,80,000 അടുത്ത് ആവുന്നുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യത്തിൽ ലക്കാണ്. IELTS-ഉം OET ഒന്നും ഇല്ലാതെ നമുക്ക് വരാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് അതിൻ്റെ വേറെ എന്ത് ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത്? ഇപ്പം ഡിഗ്രി വേണമെന്ന് പറഞ്ഞ്, അപ്പോൾ അതിനോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും അവർ ചോദിക്കുന്നു? അതിനോടൊപ്പം നമ്മുടെ അടുത്ത് അവർ ചോദിക്കുന്നതാണ് MOI എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതായത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. പിന്നെ LOR ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. ഈ 2 സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ പഠിച്ച സ്കൂളിലല്ല കോളേജിലെ പ്രിൻസിപ്പളാണ് MOI തരുന്നത്. പിന്നെ LOR തരുന്നത് വൈസ് പ്രിൻസിപ്പളും തരുന്നുണ്ട്.
അപ്പോൾ അത് ഇംഗ്ലീഷ് അത് നമ്മൾ ആക്ച്വലി IELTS OET ഒന്നും നമ്മൾ ഇതിന് എടുക്കുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു ബേസിക് നമുക്ക് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും വെക്കുന്നത്. രണ്ടും വെക്കുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ സെറ്റായതിനു ശേഷം എന്ന് വെച്ചാൽ നമ്മളിതെല്ലാം നമ്മുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് അവർക്ക് കൊടുത്തതിന് ശേഷം സക്സസ് ആയതിനു ശേഷം പിന്നെ നമുക്ക് മെഡിക്കൽ എടുത്താൽ പോകും. മെഡിക്കൽ എടുത്താൽ അപ്പോൾ മെഡിക്കലിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മെഡിക്കലിന് ആക്ച്വലി നമ്മൾ മെഡിക്കൽ എടുക്കുന്നത് TBയുടെ മെഡിക്കലാണ് എടുക്കുന്നത്. TBയുടെ മെഡിക്കൽ നമ്മുടെ എറണാകുളം അമൃതയിൽ നമുക്ക് കിട്ടുന്നതാണ്. TBയുടെ മെഡിക്കലിൻ്റെ സർട്ടിഫിക്കറ്റും പിന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും PCC. അത് നമ്മുടെ സ്റ്റേഷൻ ഏത് സ്റ്റേഷനാണെന്ന് വെച്ചാൽ നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഏത് പരിധിക്കകത്താണ് വരുന്നത്. എറണാകുളത്ത് VFC പോയി. അപ്പം അവിടെ പോകുമ്പോഴത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? നമുക്ക് വിസ എത്ര ദിവസത്തിലുള്ള അടിച്ചു കിട്ടും? നമ്മൾ VFSC പോകുമ്പോൾ VFS നമ്മുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം കൊടുക്കണം. അത് നമുക്ക് സ്കാൻ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് എല്ലാം തിരിച്ചു തരും. പാസ്പോർട്ട് അവർ വെക്കും. പാസ്പോർട്ട് വെച്ച് നമ്മുടെ 12 ദിവസത്തിനുള്ളിൽ നമുക്ക് വിസ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. എല്ലാം കൂടെ ബ്രോയ്ക്ക് എത്ര രൂപ ചിലവായിട്ടുണ്ട്? നമുക്കിപ്പോൾ ഇങ്ങോട്ട് വരണമെങ്കിൽ OET വേണ്ട, IELTS വേണ്ട, ഇതൊന്നും വേണ്ട. നമുക്കില്ല ലോട്ടറി എടുക്കുന്ന പോലെയാണ്. ലോട്ടറിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അങ്ങനെ ലോട്ടറി അടിച്ച് നമ്മൾ വന്നതാണ്. അപ്പം ഈ സാധാരണ ഈ 8, 9, 10 ലക്ഷം രൂപ മുടക്കിയൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് വരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രോയ്ക്ക് എത്ര രൂപ ചിലവായിട്ടുണ്ട്? 1,79,000 രൂപ IHS ഫീ ആയിട്ട് വന്നു. പിന്നെ ഈ വിസയുടെ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഒരു 32,000 വന്നു. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ ആ ഷോമണിയായിട്ട് കാണിച്ച പൈസ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് പിന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇത് നമുക്ക് വരുന്നതിന് ആവശ്യമില്ല. അത് പിന്നെ കൂട്ടണം, നമ്മുടെ ആവശ്യത്തിന് പിന്നെ കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മുടെ സീസൺ പോലെ ഇരിക്കും, നമ്മൾ എടുക്കുന്ന പോലെ ഇരിക്കും. ഏകദേശം എല്ലാം കൂടി ഒരു 2,50,000 അത്രയാണ് നമുക്ക് ചിലവായിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ അത് അത്ര വലിയ തുകയല്ല. ഒരു ഭയങ്കര ഒരു ഇതാണ്. ഇവിടെ വന്നാണെങ്കിലും നമുക്ക് അത് 2 മാസം അല്ലേ നമുക്ക് പണിയെടുക്കാൻ പറ്റിയ മനസ്സുണ്ടെങ്കിൽ 2 മാസം വേണ്ട, നമുക്ക് നല്ലൊരു ജോലി കിട്ടുവാണെങ്കിൽ ആദ്യത്തെ സാലറിക്ക് തന്നെ അതെല്ലാം കവറപ്പായി പോകും. ബ്രോ അന്നേരം ഇവിടെ വരാനുള്ള സംഭവമാണ് നമ്മളിപ്പോൾ ഇത്ര സമയം പറഞ്ഞത്. അപ്പം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് എന്ത് ജോലി ചെയ്യാനും ഒരു മനസ്സ് വേണം, എങ്കിലും നമുക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്കിപ്പോൾ ഒരു സ്പോൺസർഷിപ്പിന് നമുക്ക് ഇല്ലല്ലോ. നമുക്കിപ്പോൾ ഈ ഒരു വിസ 2 വർഷം നമ്മൾ വന്ന് അത് കഴിഞ്ഞ് നമുക്ക് ഈ 2 വർഷം കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരും. അപ്പം ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് ഒരു സ്പോൺസറിനെ കണ്ടെത്തണം. അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടോ? എന്ത് ജോലി ചെയ്യാന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ ഇങ്ങോട്ട് വരണം. പിന്നെ ഇവിടെ സ്റ്റുഡൻസ് പിള്ളേരെല്ലാം വന്നിങ്ങനെ കുറേ അനുഭവിക്കുന്നുണ്ട്, ഇങ്ങനെ ചെറിയ ജോലികളെല്ലാം ചെയ്ത് പാർട്ട് ടൈം ആയിട്ട് പല ജോലിയും ചെയ്ത്. പക്ഷെ നമുക്ക് പൈസ ഉണ്ടാക്കാം, പക്ഷെ നമ്മൾ എന്ത് ജോലിയും ചെയ്യാന്നുള്ള ഒരു മൈൻഡിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് സെറ്റാക്കാനുള്ള പൈസ ഇവിടുന്ന് കിട്ടും. പൈസ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നമ്മളൊരു സ്പോൺസറെ കണ്ടെത്തണം. ഈ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 വർഷത്തെ വിസയേ ഉള്ളൂ. ആ 2 വർഷത്തിനുള്ളിൽ നമ്മളൊരു നല്ലൊരു ജോലി എങ്ങനെയും കണ്ടുപിടിച്ച ഒരു സ്പോൺസർ നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മുടെ ലൈഫ് ഏകദേശം സെറ്റായി. UK മാത്രമല്ല, നമ്മൾ ഏതൊരു രാജ്യത്ത് പോയാലും നമ്മൾ നേരിടുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ അക്കോമഡേഷൻ. അപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഒരുപാട് ഏജൻസികൾ നമുക്ക് ബോർഡ് വെച്ചിട്ട് അവർ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബ്രോയ്ക്ക് എങ്ങനെയാണ് അക്കോമഡേഷൻ എല്ലാം റെഡി ചെയ്തത്? ചെറിയൊരു അബദ്ധം പറ്റിയതായി തന്നെ നമ്മൾ ഈ വാട്സപ്പിൽ വന്ന കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് ഒരു അക്കോമഡേഷൻ എടുത്തു. പക്ഷേ നമ്മൾ പറഞ്ഞ ഒരു റൂമും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ജോലി കിട്ടി മാറിയ സമയത്ത് നമ്മൾ കൊടുത്ത സെക്യൂരിറ്റിയുടെ എമൗണ്ടും കാര്യങ്ങളൊന്നും നമുക്ക് തിരിച്ചിതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അതിന് കുറച്ച് പൈസ പോയി. അപ്പോൾ നമ്മൾ ഈ റൂമും കാര്യങ്ങളും നോക്കുമ്പോൾ ഡയറക്റ്റ് നമ്മൾ അറിയുന്ന ആരെങ്കിലുമായിട്ട് ഒരു കോൺടാക്ട് വെച്ച് റൂമും കാര്യങ്ങളും എടുക്കുമായിരിക്കും ബെറ്റർ. ആപ്ലിക്കേഷൻ വഴി നമുക്ക് റൂം നോക്കാൻ പറ്റിയൊക്കെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഡയറക്റ്റ് അല്ല, എല്ലാം ആപ്ലിക്കേഷൻ ത്രൂ ആണ് ചെയ്യുന്നത്. ഓരോ കാര്യം ചെയ്യുന്നതിന് ഇവിടെ ഓരോ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിനകത്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ഓപ്ഷനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. ജോലി എങ്ങനെയാണ് ഇവിടെ വന്നിട്ട് എങ്ങനെ കണ്ടെത്തി സെറ്റാക്കി? വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? 1 നാളായോ? ഞാൻ ഇപ്പോൾ വന്നിട്ട് 3 മാസമായി. 3 മാസമായാലും ഇപ്പം 3 മാസമായിട്ട് തന്നെ ഇപ്പം ജോലി കയറാൻ പറ്റി. അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതെങ്ങനെ സാധിച്ചത്? ജോലിക്ക് കയറിയത് എനിക്കൊരു ഭാഗ്യം പോലെയായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ഇങ്ങനെ ഞാൻ ഈ വിസ കിട്ടിയാൽ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്തു. അപ്പോൾ അവൻ വഴി എനിക്കിവിടെ ഒരു ജോലി റെഡിയായി. ജോലി റെഡിയായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളും അതേപോലെ തന്നെ ആരെങ്കിലും റിലേറ്റീവ്സോ കോൺടാക്ട്സോ ഉണ്ടെങ്കിൽ ജോലി കിട്ടിയിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കഴിഞ്ഞ 2024 ബ്രോയ്ക്ക് ഒരു ഭാഗ്യം കിട്ടി, പറഞ്ഞ ലോട്ടറി അടിച്ച് വരാൻ പറ്റി. അപ്പോൾ ഈ വർഷവും 2025 ഫെബ്രുവരി ലാസ്റ്റ് ആണ്. അത് ഡേറ്റ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പം ഡേറ്റ് വന്നതിന് ശേഷം നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, ഡേറ്റ് പറഞ്ഞുകൊണ്ടുള്ള. അപ്പം ഇവിടെ ഇനി ഈ വർഷം വരാൻ പോകുന്ന പിള്ളേരോട് എന്താണ് പറയാനുള്ളത്? വരാനുള്ളവരോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ലൈഫിൽ കിട്ടുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണിത്. അപ്പോൾ അതിനെ മാക്സിമം നമ്മൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് വേണം. ആ ഒരു മൈൻഡോട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് ഏകദേശം ഒരു സെറ്റാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് പൈസ ഉണ്ടാക്കി തിരിച്ചു പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ സ്പോൺസർഷിപ്പിനെ കണ്ടെത്താനുള്ള ഒരു മൈൻഡ് നമുക്ക് വേണം. സ്പോൺസർഷിപ്പിനെ നമുക്ക് ഒന്ന് നോക്കി കിട്ടിയില്ല, 2 നോക്കി കിട്ടിയില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമുക്ക് 2 വർഷത്തെ ടൈമുണ്ട്. അത് വേറെ ആർക്കും കിട്ടാത്ത ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണത്. അപ്പോൾ ആ 2 വർഷത്തിനുള്ളിൽ നല്ലൊരു സ്പോൺസറെ കിട്ടി നമ്മൾ
മാറുവാണെങ്കിൽ നമ്മുടെ ലൈഫ് സെറ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തെന്നും പറഞ്ഞ് നമ്മുടെ അവസരങ്ങളൊന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. അപ്പം അനിത് ബ്രോ, താങ്ക് യു. ഓക്കെ, അപ്പം എല്ലാവിധ ആശംസകളും, ലൈഫ് സെറ്റിൽ ആകട്ടെ. കൂട്ടുകാരെ, അപ്പോൾ ഇത്രയൊക്കെയുള്ള ഒരു വീഡിയോ. ഇത്രയും നാൾ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ സൗഹൃദങ്ങൾക്കും നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ചാ.